ഹായ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തില്ല. കുറച്ച് പരിപാടിയായിപ്പോയി. ആരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കാണുമോ എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് കാണല്ലോ. അല്ലാത്തൊരു വിട്ടാൽ കുഴപ്പമില്ല. വെറുതെ അൺനെസസറി ടോക്കാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യുവും അമ്മയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്യിക്കും. എന്താ കുക്ക് ചെയ്യുന്നതിന് ഇടയ്ക്ക് അമ്മനോട് ചോദിക്കും, നിങ്ങളെന്താ പ്ലാൻ ചെയ്ത്, നിങ്ങളെന്താ ഇവിടെ ചോദിക്കും. അപ്പോൾ ഞാൻ എല്ലാം നിർത്തിയെന്ന് കേട്ട് ആർക്കോ വേണ്ടി അത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എൻ്റെ മനസ്സ് കീഴടക്കി ആരാന്ന് കാണാൻ വേണ്ടി വന്നവർ. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. എന്താ എനിക്ക് ഹോം എന്ന് വിളിക്കാനുള്ള ഒരു സ്ഥലം എനിക്ക് അവസാനമെങ്കിലും കിട്ടിയല്ലോ എന്ന് പറയും. അപ്പം എന്നോട് ക്ഷമിക്കും, ഞാൻ നല്ല ജോലി ചെയ്ത് നോക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ ശരിക്കും ഹാപ്പിയാണ്, എനിക്ക് നല്ലൊരു സ്ഥലം കിട്ടിയല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു അമ്മ എത്രത്തോളം സന്തോഷിക്കും സ്വന്തം മോനെ ഒരു ഇത്രയും താന്നിൽ നിന്ന് മുകളിലേക്ക് എത്തുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു വൈബാട്ടോ. പക്ഷേ ഇവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൊഡക്റ്റ് ചെയ്തു, ഒരു മൂഷാണ്ടാണ്, ഭയങ്കര ഇതാണ് അങ്ങനെയൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും അല്ല, എന്താ അറിയില്ല, എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ അതിന് ശേഷം ചോദിക്കും, യൂനും ഇങ്ങനെ സങ്കടമായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എവിടെ സ്ഥലമുണ്ടോ നിൽക്കാൻ. അപ്പോൾ പറയും, എന്നെക്കുറിച്ച് ആലോചിക്കൊന്നും വേണ്ട, ഞാൻ ഏതെങ്കിലും റൂമിലായിട്ട് നിന്നോളാം, കുഴപ്പമില്ല പറയും. അപ്പോൾ എൻ്റെ കൂടെ പോരുന്നോ, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ പറയും. അപ്പോൾ അമ്മ ലൈക്ക് ഒരു അമ്മേൻ്റെ സ്നേഹം, ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ വരാമെന്നല്ല പറയും. അതിന് ശേഷം പായനെയും ആൻറ്റീനെയും കുറേ ആൾക്കാരെ അല്ലെ മാസ്റ്ററിനെയും ടീമിനെയൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഫാമിലി കൈനോട്ടക്കാരനെ വിളിച്ചിരുത്തിയേക്കും. അപ്പോൾ അങ്ങനെ പായൻ്റെ കൈ നോക്കുമ്പോൾ പറയും, എനിക്ക് നല്ല ഭാവിയുണ്ട്, കുറേ കാര്യങ്ങൾ എൻ്റെ ഇതിലേക്ക് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എനിക്ക് ആർക്കൊക്കെ എൻ്റെ ചുറ്റിനുള്ള കുറേ ആൾക്കാർ എന്നെ മുതലെടുക്കുകയാണ്. അപ്പോൾ ടിമ്മ് ഞാണല്ലോ പറയുന്നതെന്നുള്ളതിൽ നിൽക്കും. അപ്പോൾ പായ് പറയും, യുവിനെ കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ, യുവിനെ കുറിച്ച് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. ടിമ്മിനോടാ പറയണത്, ആരോടെ പറയണ നോക്കണം. അപ്പോൾ ടിമ്മ് അതെന്നെ ആയിരിക്കും പറയും. പിന്നെ ടിമ്മ് ചോദിക്കും, എൻ്റെ കൈ നോക്കുമോ പറഞ്ഞപ്പോൾ കോയി നോക്കിയിട്ട് പറയും, നിങ്ങൾ സോൾമേറ്റ് തന്നെയാണ്, നിങ്ങൾ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും എത്ര തെറ്റി പിന്നെ പോയാൽ നിങ്ങൾ തിരിച്ച് കണ്ടെത്തി പിന്നെയും തിരിച്ചു വരും. അത്രയ്ക്കും ഭയങ്കര ഒരുമിച്ച് എല്ലാ ജീവിതത്തിലും നിങ്ങളെ തന്നെ തേടിക്കൊണ്ടിരിക്കും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങളെ ലവ് ഭയങ്കര സ്ട്രോങ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കാണിക്കാൻ ഭയങ്കര മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ രണ്ടാളെ ഒരു പാതയിൽ നയിക്കും, നിങ്ങൾ കണ്ടെത്തും പറയും. അപ്പം ഞങ്ങൾ കണ്ടെത്തിയില്ലേ ചോദിക്കും, കണ്ടെത്തിയില്ലെങ്കിലോ ചോദിക്കും. അപ്പോൾ ആൻറ്റി ഒരിക്കൽ എന്താ ചോദിക്കണം, മാസ്റ്ററിനോട് വർത്താനം അങ്ങനെ പറയുന്നതെന്ന് പറയാം. അങ്ങനെ ഗുരുജിനോട് ചോദിക്കും, ഇവർക്ക് കറക്റ്റ് സമയം, നല്ല സമയം പറഞ്ഞു കൊടുക്കുക കല്യാണത്തിൻ്റെ, അങ്ങനെ പറയും. അപ്പോൾ 4 മാസം കഴിഞ്ഞിട്ട് അടിപൊളി സമയമാണ്. ആ സമയത്ത് ടിമ്മിൻ്റെ മുഖത്തുമ്മി ഇത് വേഗം കഴിയണമല്ലോ, ചീറ്റ് ചെയ്യുന്ന പിടിച്ചാൽ തീർന്നു. ഒന്നാമത് പായി പിടിച്ചാൽ കുത്തം അത്രയാണോ ഒക്കെ വിചാരിച്ച് നോക്കുമ്പോൾ നാന പറയും, എന്താ അതൊരു കാര്യമുണ്ട്, നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഹലോ വൺ ക്രിസ്മസ്, അങ്ങനെ കുറേ പരിപാടികൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ പരിപാടി നമുക്കുണ്ട്. അപ്പം നാനോട് ചോദിക്കും, നാന അങ്ങനെയാണ് എനിക്ക് എപ്പോഴാണ് ഫ്രീ ഉള്ളതെന്ന് ചോദിക്കും. അപ്പോൾ അടുത്ത മാസം 13 മുതൽ 15 വരെ ഞങ്ങൾ ഫ്രീ ആണ് പറയും. അപ്പോൾ ടിമ്മിനെ കിട്ടി, പെട്ടെന്ന് കഴിഞ്ഞ സീനല്ലേ. അപ്പോൾ ചോദിക്കും, അങ്ങനെയാണ് നമുക്ക് ഈ ദിവസത്തിൻ്റെ ഇടയിൽ ചെയ്താൽ കുഴപ്പമുണ്ടോ അങ്ങനെ ചോദിക്കും ഗുരുവിന്. അപ്പോൾ ഗുരു ഓക്കെയാണ്, നല്ല ദിവസത്തിൽ എൻ്റെ നല്ല ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല പറയും. അപ്പോൾ ആൻറ്റി ചൂടാവും, ആൻറ്റി കത്തും, അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല, മാസ്റ്റർ കണ്ടുപിടിച്ച ദിവസം തന്നെ നമുക്ക് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ നിൽക്കണ്ടേൽ അതാണ് ഗുരുവാണ് കാരണം, ഓർക്കണം കാരണം. എനിക്ക് വർക്ക് ഉണ്ടായത് കൊണ്ടല്ല, എനിക്ക് ഓഫ് ഡേയ്സ് മാത്രമേ ഉള്ള സമയത്തല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറയും. എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കണമെന്ന് പറയും. ടിമ്മ പാൻറ്റിനോട് പറയും, ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാമെന്ന് പറയും. അപ്പോൾ നിങ്ങളെന്തോ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഭയങ്കര അറക്കൻ്റാണ് രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ട് പാലടിച്ച് പോകും. അതിൻ്റെ അടുക്ക് പായി ഞാൻ വിളിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതിട്ട്. പറഞ്ഞു, ഇല്ല മറക്കില്ല അങ്ങനെ പറയും. ഞാൻ കാര്യൻ്റെ ഡൗട്ടാണ്, എവിടെ പോകുമ്പോഴും ഞാൻ ഈ മോനെ കൊണ്ടുവരും, മോനാണെങ്കിൽ മൊത്തം ഫോണിൽ, ഇത് ചങ്ങായി എല്ലാം അറിയുന്നതാണോ, ഒരു ഗസ്റ്റ് റോളാണെങ്കിൽ പോലും എന്തെങ്കിലും ഒന്ന് സൊള്ളണ്ടേ, ഒന്നും മുഴിയുന്നില്ല. എനിക്ക് തൊള്ളൻ എന്തെങ്കിലും വരാനൊരു പൂതിയുണ്ട്, എന്തെങ്കിലും ഒന്ന് തൊള്ള വർത്താനം പറഞ്ഞ് കാണാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ. നെവർ മൈൻഡ്. ഓക്കെ, അങ്ങനെ അതിന് ശേഷം പായി വന്നിട്ട് ടയേർഡായിട്ട് വന്ന് കിടക്കും. അപ്പോൾ കുറച്ചും കൂടി കുറച്ച് മുമ്പോട്ട് അങ്ങോട്ട് നടക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഞാൻ അത്ര ടയേർഡ്, എന്തോ ഒരു ദിവസം ഇനി പറയും പായി. അപ്പോൾ എന്നാൽ ഇവിടെ തന്നെ കിടക്കുക, ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോകും. അങ്ങനെ നല്ലൊരു പാട്ട്, ഫുഡ് ഉണ്ടാക്കുന്ന എന്ത് വേണം, അത്ര ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പായി എണീച്ചിട്ട് ചോദിക്കും, എനിക്ക് അറിയാലോ ഇനി എപ്പോഴാണ് എങ്ങനെ കൂളാക്കേണ്ടതെന്ന്, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കണ്ടാൽ ഞാൻ കൂളാന്ന് എനിക്ക് അറിയാലോ. അപ്പം ഞാനങ്ങനൊന്നും വിചാരിച്ചില്ല, എനിക്കൊരു ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി തരണം, അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ പറയും.
അപ്പോൾ പായ പറയും ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരാളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ നോർത്തിനെ പോലെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കും. കോമഡി അറിയാം. അതിനുശേഷം യുവിൻ്റെ അമ്മനെയാണ് കാണിക്കുന്നത്. യുവിൻ്റെ റൂമിലേക്ക് അമ്മനെ കൊണ്ടുവന്നിരിക്കും. അമ്മനോട് പറയും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് പറയൂ. അപ്പോൾ ഞങ്ങൾക്കറിയാം ഞാനിവിടെ കുറേ നേരം നിൽക്കൂലെന്ന്, എൻ്റെ കൂടെ എപ്പോഴും പോലീസ് പിടിക്കാനുണ്ടാവുമെന്ന്, ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ അറിയാമല്ലോ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ ഞാൻ നിങ്ങളെ നോക്കിക്കോളാമെന്ന് പറയും. അപ്പോൾ അമ്മ നോക്കുമ്പോൾ ഓന് കൊടുത്തൊരു സോഫ്റ്റ് ടോയ് ഉണ്ട് അവിടെ. അപ്പോൾ ആ ഒരു കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇപ്പോഴും ഇതുണ്ട് ചോദിക്കും. അപ്പോൾ പറയാം നിങ്ങൾ അവസാനം തന്നതല്ലേ, അതിന് ശേഷം നിങ്ങളെ ഞാൻ കണ്ടില്ലല്ലോ. അന്ന് മാളിൽ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് റെസീപ്റ്റ്സ് മാറ്റിയിട്ട് എനിക്കിത് കിട്ടിയ ഒരു പാവമാണ്, നിങ്ങൾ അവസാനത്തെ ഗിഫ്റ്റാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഞെട്ടിച്ച് പോയില്ലേ. അപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പറയും സോറി. റീയൂണിയൻ ആണെന്ന് നമുക്ക് തോന്നും. ബാക്കിയോടെ കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം കേട്ടോ. കുളിക്കാൻ വേണ്ടി നമ്മുടെ ചെക്കൻ പോയതിന് ശേഷം അവിടെ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ പിന്നെ അതൊന്ന് ശ്രദ്ധിക്കാൻ കുളിച്ചങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വീട് മൊത്തം അലങ്കോലാಗಿ നിൽക്കുന്നുണ്ട്. എല്ലാം അവിടെയും ഇവിടെയൊക്കെ തെറിച്ച് നിൽക്കുക. അപ്പോൾ പോയി നോക്കുമ്പോൾ ഓന് നോർത്ത് കൊടുത്ത പൈസ ഒളിപ്പിച്ച് വെച്ചിരുന്നല്ലോ, അതും എടുത്തിട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവളാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് എന്നാണ് ആ ചേച്ചി പറഞ്ഞേണ്ട കാര്യം. എല്ലാം കൊണ്ടുപോയി, ആ പൈസ മൊത്തം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് മറ്റേ അമ്മയായിട്ട് അഭിനയിക്കാൻ വന്ന ചേച്ചിയുടെ അടുത്തേക്ക് തന്നെ പോയിട്ട് പറയും ഞാൻ വിശ്വസ്തത എൻ്റെ തെറ്റ്, മനുഷ്യന്മാരെ വിശ്വസിക്കാൻ പറയും സെൽഫിഷാണെന്ന് പറയും. അപ്പോൾ ആ ചേച്ചി പറയും എല്ലാവരും അങ്ങനെയല്ല, നല്ല ആൾക്കാരുണ്ട്, എൻ്റെ കാര്യം തന്നെ നോക്കും, എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ തന്നെ വിചാരിക്കും നമ്മൾ എന്തിനാ വെറുതെ ഇവരെ ചീറ്റ് ചെയ്യാൻ നിൽക്കുന്ന, ടാർഗറ്റായി പോയല്ലോ എന്നുള്ളത്. അങ്ങനെ കുറേ നിർത്തിപ്പോയിക്കണേ പറയും. ചിലർ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ പറയും അങ്ങനെ ഒരാളെ നമ്മളങ്ങനെ മനസ്സിലാക്കുക പറയും. അപ്പോൾ നമുക്ക് ഓരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരെ വേദനിപ്പിക്കാൻ പറ്റൂല, നമുക്ക് ഓരെ വേദനിപ്പിക്കാൻ തോന്നൂല, നമുക്ക് ഇഷ്ടമല്ലാണ്ടാവും വേദനിപ്പിക്കുന്ന നമുക്ക് സങ്കടം തോന്നും അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പറയും. അപ്പം ചങ്ങായിക്ക് ഇതൊക്കെ ഓർക്കുമ്പം നമ്മുടെ നോർത്തിനെ ഓർമ്മ വരുന്നുണ്ട്. നോർത്തിൻ്റെ ആ ക്യൂട്ട് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടുള്ള മകളെ അത്രയ്ക്കും പാവമായിട്ടുള്ള ഓർക്കുന്നുണ്ട്. അപ്പം നമ്മളെ ടാർഗറ്റിന് അടുത്ത ടാർഗറ്റിനെ കുറിച്ച് നമ്മളങ്ങനെ വിചാരിക്കുകയാണെങ്കിലും വിചാരിച്ചു പോയാലോ ചോദിക്കുമ്പോൾ പറയും അതാണ് നമ്മളൊരു റൂളുള്ളത്, ഡോണ്ട് ഫെൽ ഇൻ ലവ് വിത്ത് ടാർഗറ്റ്. ഒരിക്കലും നമ്മൾ ടാർഗറ്റിനെ സ്നേഹിച്ച് പോകരുതെന്ന്. അത് കേൾക്കുമ്പോൾ ഒരുമാതിരി സങ്കടമാണെങ്കിലും എന്തോ ഒരു ഇത്. അതിനുശേഷം നോർത്തിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ നോർത്ത് എന്തോ സാധനം ഒളിപ്പിച്ചേക്കാൻ നിൽക്കും യുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അപ്പോഴാണ് യു പുറകുന്ന് വന്നിട്ട് എന്താ ഇവിടെ ചെയ്യുന്നത് നോർത്ത് എന്ന് ചോദിക്കും. അപ്പോൾ നോർത്ത് ഒന്നുമില്ല, ഞാൻ വെറുതെ ചുമ്മാ വന്ന് അങ്ങനെ ഇല്ല പറഞ്ഞ അവിടെ നിൽക്കുന്നുണ്ടെന്ന്, എൻ്റെ നിർത്താണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൈമേൽ എന്താ പറയുക ബാക്കോട് വന്നിട്ട് നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സ്, അപ്പോൾ ഇതെന്തായിരിക്കും ഇപ്പോൾ തുറന്ന് വെക്കാറ്. അപ്പോൾ തുറന്ന് വെക്കുമ്പോൾ ഓൻ്റെ ആ ടോയ് ഇല്ലേ, ഓന് ഇഷ്ടമുണ്ട് പറഞ്ഞ ടോയ്, ആ ടോയ് ആയിരിക്കും. അപ്പോൾ ഓൻ പറയും എൻ്റെ ഫാമിലി എന്നെ ഭയങ്കര നൈസായിട്ടല്ലല്ലോ ട്രീറ്റ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ സോറി പറയുന്നതിന് ഇതായിട്ടാണ് അത് വാങ്ങിയത്. അപ്പോൾ ഓന് സങ്കടമാവും. ലൈക്ക് ഒരുമാതിരി ഓന് ഇഷ്ടമുള്ളൊരു സാധനം, ലൈക്ക് അതും അമ്മൻ്റെ ഹിസ്റ്ററിയിലേക്ക്, ആ ഹിസ്റ്ററിയിലുള്ള ഒരു സാധനം ഓൻ്റെ കൈമ കിട്ടുമ്പോൾ അത് ഓനിഷ്ടമുള്ള ഒരാൾ, അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഓനെ ഇഷ്ടമുള്ള ഒരാൾ, ഓനെ കെയർ ചെയ്യുന്ന ഒരാളാണ് കൊടുക്കണം. അപ്പോൾ അതിലൊരു സന്തോഷം വേറെയാണ്. അപ്പോൾ അത്ര സങ്കടം ലൈക്ക് കരയാൻ നിൽക്കുമ്പോൾ ചോദിക്കും എന്താ സങ്കടമായല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ പറയാം. ഭയങ്കര ഇതായിട്ട് കെട്ടിപ്പിടിക്കും. അല്ല ഹഗ്ഗിലാണ് എത്രത്തോളം ഓന് ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എത്ര ചീറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ പോലും എത്രത്തോളം ഓനെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്ന് ഇത് അവസാനം രണ്ടും കൂടെ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിവരെ ഇഷ്ടപ്പെടുക്കി ഇവരെ മതി തന്നെ നടക്കേണ്ടി വരും. ഇതൊക്കെ മാഡായിട്ട് രണ്ടാളും പായ ആയാലും നോർത്തായാലും ഒരു കസിൻസിൽ ആദ്യം ഒരു പറയുന്നുണ്ട് നിങ്ങൾ രണ്ടാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്, ഒരാൾ ഭയങ്കര ബുദ്ധിയുള്ള ലൈക്ക് ഭയങ്കര ഇൻ്റലിജൻറ്റ് ഹാൻഡ്സം ആളും മറ്റൊരാളാണെങ്കിൽ ഭയങ്കര ലൂസറുമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ രണ്ടാളും രണ്ടാളും സെയിമാണ്. രണ്ടാൾക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത്രയും എന്തും ഒരു കൂടെ അത്രയും നിൽക്കും എന്നുള്ളതും ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ബ്ലൈൻഡായിട്ട് സ്നേഹിക്കും എന്നുള്ളത് ഭയങ്കര എവിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ പേടിയാണ് അത്ര ഹേർട്ടാവുമെന്നില്ല. അത്രയും കൂടുതൽ സ്നേഹിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഹേർട്ടാവുമെന്ന് പറഞ്ഞേക്കാം. എനിക്കത് ഒരു അവസാനം സങ്കടം കരയുന്നൊക്കെ ഒന്ന് ആലോചിച്ചു. ശരി, എന്തായാലും നല്ല ഹാപ്പി എൻഡിങ് ആവുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ നിൽക്കാം. അടുത്ത പാട്ട് എന്തായാലും നല്ലോണം പെട്ടെന്ന് വിളിക്കപ്പെടാം. ഓക്കെ, അപ്പോൾ